ഹലോ, എല്ലാവർക്കും പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇപ്പോൾ ടൈം കറക്റ്റ് പറയാനുണ്ടെങ്കിൽ അതായത് രാവിലെ 2:30 മണി. ഇപ്പോൾ നീച്ച് കൂളി കഴിഞ്ഞ് റെഡിയായി നമുക്കിന്നൊരു തീർത്ഥാടനം ഉണ്ട്, ഒരു അമ്പല ട്രിപ്പ് ഉണ്ട്. നാട്ടിലെ അമ്മമാരും ചേച്ചിമാരും ഏട്ടന്മാരും അങ്ങനെ കുറച്ച് പേരായിട്ട് നമുക്കൊരു ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു 1 ഡേ ട്രിപ്പ്, ഒരു അമ്പലം വിസിറ്റൊക്കെ ആയിട്ട് ഗുരുവായൂർ തൊട്ട് ആലുവ ശിവക്ഷേത്രം വരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറെക്കുറെ റെഡിയായി 3 മണിയാകുമ്പോൾ കുറച്ചും മുണ്ടാണ്. അപ്പോൾ 3 മണിയാകുമ്പോൾ അവിടുന്ന് വണ്ടി എടുക്കുന്ന ഇന്നലെ കറക്റ്റ് ഒരു 10 മണി, രാത്രി 10 മണിക്കാണ് എനിക്ക് ഏട്ടൻ വിളിക്കുന്നത്. കുട്ടൻ, നമ്മളെ നെയ്ബർ തന്നെയാണ്. എടാ നീ പോരണോ ചോദിച്ചിട്ട്, ഇങ്ങനെ ട്രിപ്പുണ്ട് ഈ കണ്ടിയിലെ. അപ്പോൾ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ഇതിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചേടാ നീ പോരണോ, നമുക്ക് അടിച്ച് പൊളിച്ച് പോയി പോരാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ പോവാന്ന്, എനിക്കൊരു കണ്ടന്റായല്ലോ അത്. അപ്പോൾ ഏതായാലും ഇവിടെ വൈകില്ല, അമ്മ എണീറ്റിട്ടുണ്ട്. അമ്മ പോയി ചായ ഉണ്ടാക്കിയിട്ട് രാവിലെ എണീറ്റ് പോവാളല്ലേ, ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചായ കുടിക്കുക, നേരെ പോവാം. ഓക്കെ, അപ്പം ഇനി ബാക്കി വീഡിയോ നമുക്ക് വണ്ടിയുടെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു മഴയും കിട്ടി. പമ്പിൽ വന്നാ എണ്ണടിക്കാനായിട്ട്. ഇനി നേരെ വെച്ച് പിടിക്കണം. ഗുരുവായൂർ ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് തൃപ്രയാർ, അങ്ങനെ ആലുവ വരെ, ആലുവ നമ്മളെ ശിവക്ഷേത്രം വരെ ഇങ്ങനെ പോകും. അപ്പം എന്തായാലും ബാക്കി നമുക്ക് പോണ വയ്ക്കുക ഉള്ളിലുള്ളവരൊക്കെ കാണിച്ചു തരാം. നല്ലൊരു മഴ ഉണ്ട്. അപ്പം എന്തായാലും പോവാം. നമ്മളെ ഗുരുവായൂർ അമ്പലത്തി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കുക, അത്യാവശ്യം മഴയുണ്ട്. കൊട ചൂടാലേ, ഇങ്ങനത്തല്ലേ വേണ്ടേ നോക്കാം. അങ്ങോട്ടാണ് ക്ഷേത്രം. സ്ലിപ്പോ ഞാൻ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. നമ്മളൊപ്പമുള്ള ടീംസ് അമ്മമാരും എല്ലാവരും നേരെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ എത്തട്ടെ, നടപ്പന്തലേക്ക് എത്തണം. ബാക്കി നടത്തട്ടെ. അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അല്ല, ഫോണുള്ളതല്ലേ, ഞാൻ കൈ വിട്ടിട്ടുണ്ട്. ഉള്ളുകാരൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിക്കോട്ടെ, നമുക്ക് പുറത്ത് വിടാം. ഈ പോകുന്ന ഈ ഒരു കൂട്ടാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളാവും ആദ്യം. അതിനുശേഷം മാത്രമേ തൊഴിലുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെ കൂടെ വന്ന എല്ലാവരെയും ഇതിൽ കൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ ഉള്ളിലൊന്ന് തൊഴുതിട്ട് വന്നുള്ളൂ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. ഇനി നമുക്കധികം ടൈമും ഇല്ല. ഇനി ഇവിടുന്ന് വിട്ട് നേരെ തൃപ്രയാർ, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ അത്യാവശ്യം നമുക്ക് പോവാണ്ട്. അപ്പം എന്തായാലും ഇവിടുന്ന് അവരിറങ്ങട്ടെ. അതുവരെ ഞാനും മറ്റേട്ടനതാ അവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുക, വേറെ പ്രത്യേകിച്ച് ചെയ്യാൻ. നമ്മുടെ ഗുരുവായൂരിലെ കുളം അന്ന് അത് കണ്ട് പോകണ്ട, അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പിന്നെ ഈ വരി അന്നദാനത്തിനുള്ള വരിയാണ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി അവിടെ ഇത് ഉള്ളിൽ കയറാനുള്ള വഴി. ഇത് പിന്നെ അന്നദാനത്തിനുള്ള ലൈനാണിത്. എന്തായാലും നമുക്കെതിരാണ് പോവാം. അപ്പോൾ ഗുരുവായൂരത്തെ പ്രദർശനമൊക്കെ കഴിഞ്ഞു. ബാക്കി ടീംസ് ബാക്കിൽ വരുന്നുണ്ട്. നേരെ വണ്ടിക്ക്, അത് കഴിഞ്ഞ് നേരെ തൃപ്രയാർ. ഇതാണ് നമ്മുടെ ടീംസ്, നമ്മളൊപ്പം ഉള്ളത്. ഇനി നേരെ പോവാം. ഓക്കെ,
അങ്ങ് തൃപ്രയാറെത്തി. അമ്പലത്തിന്റെ എൻട്രൻസ് വരുന്നത്. പിന്നെ ഇവിടെ ഹനുമാൻ സ്വാമിന്റെ ഒരു ക്ഷേത്രം മറ്റുണ്ട്. ഇവിടെ അങ്ങോട്ട് പോയിട്ട് അത് നമ്മളിവിടെ തൊഴുതിന് ശേഷമാണ് ഇങ്ങോട്ട് പോവാ. കറക്റ്റ് ടൈമിംഗ് ആട്ടോ. അപ്പോൾ ഇതാണ് തൃപ്രയാറമ്പലം. അപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ടീം പോകണം. എന്തോ ഒരു പരിപാടിയാണ്. ഞാനൊക്കെ മാലിട്ട ടൈമിൽ വരുമ്പോൾ മറ്റേ കതിനെ പൊട്ടിക്കും. അതാണത്. കതിനെ പൊട്ടിക്കുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള എടുത്ത് കണ്ട് പേടിച്ച് സൗണ്ട് കേട്ടിട്ട് പേടിച്ചു പോയി. ഇവിടുന്ന് കരഞ്ഞ് ഓടിയിട്ടുണ്ട്. ചെറുപ്പത്തിലാണ് കേട്ടോ. ഞാനൊക്കെ ഫസ്റ്റ് ടൈം വരുന്ന ആ ടൈമിലൊക്കെയാണ്. ചെറുപ്പത്തിലാണ് പരിപാടി. ഇനി എന്തായാലും ഒന്ന് കഴിഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തേക്ക് എത്തണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇനി ഇവിടെ ഒരു ഹനുമാന്റെ ഒരു അമ്പലമുണ്ട്. ഇതാണ് ഹനുമാന്റെ അമ്പലം. ഇനി ഇവിടെ ഒന്ന് തൊഴുത്തിട്ട് വരാം. അങ്ങനെ കൊടുങ്ങല്ലൂര്, അടുത്ത ലൊക്കേഷൻ കൊടുങ്ങല്ലൂർ എത്തി. നമ്മുടെ വണ്ടി അവൻ ഇനി ഇവിടത്തത് നമ്മുടെ ടീം ഇവിടെ അതാ പോണോ അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. നേരെ പോയേക്കാം. ഓക്കെ. കൊടുങ്ങല്ലൂർ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട്. നല്ല രീതിക്ക് അപ്പം നല്ല രീതിക്ക്. അവിടെ കംപ്ലീറ്റ് ക്യൂ ആണ്. ഇങ്ങനെ കറങ്ങി നിൽക്കണം. എന്നിട്ട് ആ ക്യൂ അങ്ങനെ വന്ന് ഇവിടെ റൗണ്ട് അടിച്ച് പിന്നെ നേരെ ഉള്ളിക്കാൻ. പിന്നെ അതെ ഇവിടെ കുറച്ച് നേരം എടുക്കും. മറ്റുള്ള അമ്പലത്തിലെ പോലെയല്ല. ഇവിടെ എന്താ പ്രത്യേകത അറിയില്ല. പക്ഷെ നല്ല തിരക്കാ. നല്ല തിരക്ക്. എന്നാല് കയറാനുള്ള തിരക്കാണ്. ഇത് മാത്രല്ല, ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കറങ്ങണം. പോണ വഴിക്ക് കാണിച്ചു തരാം. പിന്നെ ബാക്കിൽ കുറവാ, പക്ഷെ ഫ്രണ്ടിക്കാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരു സോറി. കാരണം അവിടെ വെച്ച് ഫോണിൻ്റെ ചാർജ് തീർന്നു. ചോറ്റാനിക്കര അമ്പലത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ കേബിൾ കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ. ആകെ പെട്ടു. പിന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് നടന്നില്ല. ഒന്നും നടന്നില്ല. ആകെ പോസ്റ്റായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോയ ട്രാവൽസിനെ പറ്റിയിട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹെവൻ ടൂർസ് ആൻഡ് ട്രാവൽസ് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതായത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ ഏട്ടന്മാർ തുടങ്ങിയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു പാക്കേജ് ആയിരുന്നത്. പാക്കേജിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ അവരുടെ കോൺടാക്ട് ലിസ്റ്റും നമ്പറും കാര്യങ്ങളൊക്കെ
ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ വിളിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കണം. കുറച്ചൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.